നമസ്കാരം. റിയൽ അനാലിസിസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സുപ്രീമം എന്താണ്, ഇൻഫീമം എന്താണെന്നൊക്കെ കണ്ടായിരുന്നു. സുപ്രീമം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിലെ മാക്സിമം എലമെൻറ്റ്, അതല്ലെങ്കിൽ ആ ഒരു സെറ്റിലെ എല്ലാ എലമെൻറ്റുകളും ഈ സുപ്രീമത്തിനേക്കാളും അല്ലെങ്കിൽ ഈ അപ്പർ ബൗണ്ടുകളെക്കാളും താഴെയായിരിക്കും. അതാണ് സുപ്രീമം ആൻഡ് അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ. ഈ അപ്പർ ബൗണ്ടുകൾ അതിൽ ഏറ്റവും ചെറുതിന് വിളിക്കുന്ന പേരാണ് സുപ്രീമം. നമുക്ക് ഓരോ റിസൾട്ടുകളായിട്ട് കാണാം. ഒരു സെറ്റിന് സുപ്രീമം ഉണ്ടെങ്കിൽ അത് യുണീക്കായിരിക്കും. സോ ദ സുപ്രീമം ഓഫ് എ സെറ്റ് ഇഫ് എക്സിസ്റ്റ് ഈസ് യുണീക്ക്. അപ്പോൾ യുണീക്ക്നെസ് പ്രൂവ് ചെയ്യാൻ സാധാരണ നമ്മൾ ചെയ്യുക, യുണീക്ക് അല്ല എന്ന് അസ്യൂം ചെയ്യും. യുണീക്ക് അല്ലെങ്കിൽ ഒന്നിലധികം സുപ്രീമംസ് ഒരു സെറ്റിനുണ്ടാകാം. സോ സപ്പോസ് M1 ആൻഡ് M2 ആർ സുപ്രീമംസ് ഓഫ് എ സെറ്റ് എസ്. സുപ്രീമം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു അത് ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ്, അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നതിൽ M1ഉം M2ഉം സുപ്രീമമാണ്. അപ്പോൾ നമുക്കിങ്ങനെ അതിനെ അസ്യൂം ചെയ്യാം, M1 സുപ്രീമവും M2 അപ്പർ ബൗണ്ടും. M2 ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണല്ലോ, അപ്പോൾ അത് അപ്പർ ബൗണ്ട് എന്നെടുത്തു. അപ്പോൾ ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ് M1, M2 ഒരു അപ്പർ ബൗണ്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് M1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M2 എന്ന് കിട്ടും. അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതാണ് M1, then M2 is an upper bound. Similarly, M2 is a supremum and M1 is an upper bound. We get another inequality, that is M2 least upper bound ആണ്, M1 upper bound. So M2 less than or equal to M1. From 1 and 2 we get M1 equal to M2. So supremum of a set if exists is unique. It is a simple proof. അടുത്തൊരു തിയറം. ഇതെല്ലാം എക്സാമിന് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം ചോദിക്കുക. ലെറ്റ് ക്യാപിറ്റൽ A be a subset of R, be a non-empty bounded above set. ബൗണ്ടഡ് എബോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അപ്പർ ബൗണ്ട് ഉള്ള സെറ്റ് ആയിരിക്കും. അപ്പർ ബൗണ്ടുകൾ ഉള്ള സെറ്റാണ് ബൗണ്ടഡ് എബോവ് സെറ്റ്. ബൗണ്ടഡ് എബോവ് സെറ്റുകളുടെ അപ്പർ ബൗണ്ട് മീൻസ് ഈ എയിലെ എല്ലാ എലമെൻറ്റുകളും ഈ അപ്പർ ബൗണ്ടിനേക്കാൾ താഴെയായിരിക്കും. അങ്ങനെയുള്ള ഒരു അപ്പർ ബൗണ്ടെങ്കിലും ഉണ്ടാകും. അങ്ങനെയുള്ള സെറ്റിന് വിളിക്കുന്ന പേരാണ് ബൗണ്ടഡ് എബോവ്. ആൻഡ് ലെറ്റ് സി എലമെന്റ് ഓഫ് ആർ ഡിഫൈൻ ദ സെറ്റ് C plus A. C എന്നുള്ള ഒരു ഫിക്സഡ് നമ്പർ, ഒരു റിയൽ നമ്പർ എടുക്കുന്നു. അത് എയോട് ആഡ് ചെയ്യുന്ന വിധം അതാണ് അടുത്ത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു എലമെന്റ് ഒരു സെറ്റിനോട് ആഡ് ചെയ്യുന്നു. അതിന് അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടി ആ എലമെന്റിനെ, ആ ഫിക്സഡ് എലമെന്റിനെ എയിലെ ഓരോ എലമെന്റുകളോടും ആഡ് ചെയ്താൽ മതി. അതാണ് ഈ ഒരു എക്സ്പ്രഷന്റെ മീനിങ്. ദാറ്റ് ഈസ് C plus A വേർ A എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ, എയിലുള്ള എല്ലാ എലമെന്റുകളും സിയോട് ആഡ് ചെയ്യുക. അങ്ങനെയുള്ള എല്ലാ പോസിബിൾ എലമെന്റ്സും ഒരു കളക്ഷനിൽ എടുത്ത് എഴുതിയാൽ നമുക്ക് C plus A എന്ന് വായിക്കാം. അതൊരു റെപ്രസെൻറ്റേഷനാണ്. സോ ഇനി നമുക്ക് ആ ഒരു അതായത് C plus A, CA ഒരു ഫിക്സഡ് എലമെന്റിനെ ക്യാപിറ്റൽ എയിലെ എല്ലാ എലമെന്റിനോടും ആഡ് ചെയ്താൽ ആ സെറ്റിന്റെ സുപ്രീമവും ക്യാപിറ്റൽ എയുടെ സുപ്രീമവും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? സോ സുപ്രീമം C plus A is equal to C plus സുപ്രീമം A. എയുടെ സുപ്രീമത്തിനോട് C കൂട്ടുന്നതിന് തുല്യമായിരിക്കും C plus Aയുടെ സുപ്രീമം. സോ അതിൻ്റെ പ്രൂഫ് നോക്കാം നമുക്ക്. ലെറ്റ് S is equal to സുപ്രീമം ഓഫ് A. എയുടെ സുപ്രീമമാണ് S എങ്കിൽ S എയുടെ അപ്പർ ബൗണ്ടാണ്. അതായത് എയിലെ എല്ലാ എലമെൻറ്റുകളും എസിനേക്കാൾ താഴെ ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ് എലമെൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ഫോർ ഓൾ എക്സ് ഇൻ എ. എയിലെ എല്ലാ എലമെൻറ്റുകളും എസിനേക്കാൾ താഴെയായിരിക്കും. അപ്പോൾ രണ്ട് സൈഡും C ആഡ് ചെയ്യുക. സോ C plus X ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു C plus S ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എ. അപ്പോൾ ഇവിടെ S plus C എന്ന് പറയുന്നത് C plus Aയുടെ ഒരു അപ്പർ ബൗണ്ടായിട്ട് കാണാം. കാരണം C plus X എന്ന് നമ്മൾ എടുത്തിരിക്കുന്നു ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ എന്നുള്ളത് C plus Aയിലെ എലമെന്റുകളാണ് ഈ കളക്ഷൻ, ഈ കൂട്ടത്തിൽ. അപ്പോൾ ഈ കൂട്ടത്തിലെ എല്ലാ എലമെന്റുകളും S plus Cയേക്കാളും
താഴെയാണ് എന്ന് മനസ്സിലാക്കാം. സോ സി പ്ലസ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് സി ഇംപ്ലൈസ് എസ് പ്ലസ് സി ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് സി പ്ലസ് എ. Let B be an arbitrary upper bound of C plus A. We have to prove S plus C less than or equal to B. അതായത് എസ് പ്ലസ് സി അപ്പർ ബൗണ്ടുമാണ്, അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതുമാണ് എന്നാണ് നമുക്കിപ്പോൾ കാണിക്കേണ്ടത്. അപ്പോൾ അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതാണ് എന്ന് കാണിക്കാൻ ഏതൊരു അപ്പർ ബൗണ്ട് എടുത്താലും അത് എസ് പ്ലസ് സിയേക്കാൾ വലുതായിരിക്കുമെന്ന് കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ എസ് പ്ലസ് സി എന്ന് പറയുന്നത് അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതാണെന്ന് കിട്ടും. So we have to prove S plus C less than or equal to B. Since B is an upper bound of C plus A, we get C plus X less than or equal to B for all X in A. അവിടുന്ന് സി അപ്പുറത്തേക്ക് കൊണ്ടുപോയി. സോ എക്സ് ലെസ് ദാൻ or equal to B minus C for all X in A. Therefore B minus C is an upper bound of A. എയിലെ എല്ലാ എലമെന്റുകളെക്കാളും വലുതാണ് B minus C, which means B minus C is an upper bound of A. Since S is a least upper bound of A, we get S less than or equal to B minus C. അപ്പോൾ B minus C ഒരു അപ്പർ ബൗണ്ടാണ്. നമ്മളിവിടെ എസ് സുപ്രീമം ഓഫ് എ എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ് എസ്, അതായത് എസിനേക്കാൾ വലുതോ ഈക്വലോ ആയിരിക്കും B minus C, വിച്ച് മീൻസ് എസ് പ്ലസ് സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ദാറ്റ് ഈസ് എസ് പ്ലസ് സി ഈസ് ദി ലീസ്റ്റ് അപ്പർ ബൗണ്ടായിട്ടാണ് ബി എടുത്തത്. ബി എന്ന് പറയുന്ന ഒരു ആർബിട്രറി അപ്പർ ബൗണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു അപ്പർ ബൗണ്ട് എടുത്താലും നമുക്ക് എസ് പ്ലസ് സി എന്ന് പറയുന്നത് ആ അപ്പർ ബൗണ്ടിനേക്കാൾ ചെറുതോ ഈക്വലോ ആണ് നമുക്ക് കാണിക്കാം. സോ വി ഗെറ്റ് എസ് പ്ലസ് സി ഇസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. ലീസ്റ്റ് അപ്പർ ബൗണ്ട് മീൻസ് supremum of C plus A equal to S plus C, where S is the supremum of capital A. ഇതിപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷേ എഴുതി പഠിച്ചില്ലെങ്കിൽ ഇന്ന് എഴുതി പഠിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നോക്കാതെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം, ഓർത്തെടുക്കാൻ പറ്റണം. അപ്പോൾ ആ തരത്തിൽ എഴുതി പഠിച്ചാലേ ഇത് പരീക്ഷ പേപ്പറിൽ എഴുതി ഫലിപ്പിക്കാൻ പറ്റുള്ളൂ. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, എസ് ഒരു സുപ്രീമമാണെങ്കിൽ ഏതൊരു നമ്പർ എടുത്താലും എസിനേക്കാളും ചെറിയ ഏതൊരു നമ്പർ എടുത്താലും അതിന് അപ്പർ ബൗണ്ട് പോലും ആകാൻ സാധിക്കില്ല. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ സുപ്രീമം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ്, അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതാണ്. അപ്പോൾ അതിനേക്കാൾ ചെറിയ നമ്പറുകളൊന്നും അപ്പർ ബൗണ്ട് ആവില്ല. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ഈ വിധം അല്ല ചോദിക്കുക, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വഴിയാണ് ചോദിക്കുക. Assume S element of R is an upper bound for a set capital A. Then, if S is equal to supremum of A, if and only if, for every choice of epsilon greater than 0, there exists an element A in A satisfying S minus epsilon less than A. ഇത് കാണുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മാത്തമെറ്റിക്കൽ ലാംഗ്വേജിലെ റൈറ്റിംഗ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ എസ് സുപ്രീമം ഓഫ് എ ആണ്. അപ്പോൾ എസിൽ നിന്ന് ഒരു ചെറിയ നമ്പർ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം, ചെറുതാവണമെന്നില്ല, ചെറുതാവാം വലുതാവാം. എസിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ കുറച്ചു കഴിഞ്ഞാൽ എസ് മൈനസ് എപ്സിലോൺ ഒരു അപ്പർ ബൗണ്ട് അല്ലാതായി മാറും. അപ്പർ ബൗണ്ട് ആകാതെ അല്ല എന്ന് പറയുന്നതിന് കാരണം എന്താണ്? അപ്പർ ബൗണ്ട് അല്ല എന്ന് പറയണമെങ്കിൽ ഈ എസ് മൈനസ് എപ്സിലോണിനേക്കാളും വലിയ ഒരു നമ്പർ എയിൽ ഉണ്ടായിരിക്കും. അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റുകളും ഈ അപ്പർ ബൗണ്ടിനേക്കാൾ താഴെയായിരിക്കണം. അപ്പോൾ അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ എ സച്ച് ദാറ്റ് എ ഈസ് ഗ്രേറ്റർ ദാൻ അനദർ എലമെന്റ്സ് ഓഫ് ക്യാപിറ്റൽ എ. ഗ്രേറ്റർ ദാൻ അല്ല, ലെസ് ദാൻ. അപ്പോൾ അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ എസ് മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ ആ അപ്പർ ബൗണ്ടിനേക്കാളും അല്ല എസ് മൈനസ് എപ്സിലോണിനേക്കാളും വലിയ ഒരു നമ്പർ, വലിയ ഒരു എ ക്യാപിറ്റൽ എയിൽ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അതൊന്നുകൂടെ പറയാം. എസ് സുപ്രീമം ആവണമെങ്കിൽ എസ് മൈനസ് എപ്സിലോൺ നോട്ട് ആൻ അപ്പർ ബൗണ്ട് ആയിരിക്കണം ഫോർ എവറി സെലക്ഷൻ ഓഫ് എപ്സിലോൺ. എന്ന് പറഞ്ഞാൽ എസ് മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് അല്ല അല്ലെങ്കിൽ ആദ്യം അപ്പർ ബൗണ്ട് ആകുന്നത് എപ്പോൾ എന്ന് ചിന്തിക്കുക. എസ് മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് ആകണമെങ്കിൽ
എയിലെ എല്ലാ എലമെൻറ്റുകളും എസ് മൈനസ് എപ്സിലോണിനേക്കാൾ താഴെയായിരിക്കണം. അപ്പോൾ അപ്പർ ബൗണ്ട് അല്ല എന്ന് പറയുമ്പോൾ എയിലെ ഏതോ ഒരു എലമെൻറ്റ് ആ ഇനിക്വാളിറ്റിയെ തെറ്റിച്ചിട്ടുണ്ട്. ആ ഇനിക്വാളിറ്റിയെ തെറ്റിച്ചാൽ എസ് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എ എന്നായി മാറും. സോ ഇതാണ് റിസൾട്ട്. എക്സാമിന് അങ്ങനെയായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് വരിക. എസ് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് എ ഇഫ് ആൻഡ് ഓൺലി ഫോർ എവറി ചോയ്സ് ഓഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് എ ഇൻ എ സാറ്റിസ്ഫൈയിങ് എസ് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എ. പ്രൂവ് ദാറ്റ് എന്നായിരിക്കും ചോദ്യം വരിക. അപ്പോൾ ആൻസർ നോക്കാം. Assume S is equal to supremum of A. Then consider S minus epsilon, where epsilon is an arbitrary real number which is positive arbitrary real number. അപ്പോൾ എസ്സിൽ നിന്ന് ഒരു നമ്പർ, ഒരു പോസിറ്റീവ് നമ്പർ കുറച്ചാൽ നമുക്കറിയാം ആ നമ്പർ എസ്സിനേക്കാൾ താഴെയായിരിക്കും. സോ വി ഹാവ് എസ് മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എസ് മൈനസ് എപ്സിലോൺ ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഫോർ ക്യാപിറ്റൽ എ. കാരണം എസ് എന്ന് പറയുന്നത് എയിലെ ഒരു എലമെൻ്റ് ആണ്. എയിലെ ഒരു എലമെൻ്റായ എസ് മൈനസ് എപ്സിലോണിനേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എസ് മൈനസ് എപ്സിലോൺ ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എ. സോ ദെൻ ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് എ ഇൻ എ ഫോർ വിച്ച് എസ് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എ. അപ്പോൾ അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം there exists an element A such that S minus epsilon is less than A. So ഒന്നാമത്തെ പാർട്ടായി. ഒന്നാമത്തെ പാർട്ട് ക്ലിയർ ആണ്. കാരണം എസ് എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. എസ്സിൽ നിന്ന് ഒരു നമ്പർ കുറച്ചു, അപ്പോൾ അത് അപ്പർ ബൗണ്ട് അല്ലാതായി മാറും. അത് കാരണം എസ് ലീസ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? എയിൽ ഏതോ ഒരു എലമെൻ്റ് ഉണ്ട്, ആ എലമെൻറ്റ് എസ് മൈനസ് എപ്സിലോണിനേക്കാളും വലുതായി പോയി എന്നാണ്. സെക്കൻഡ് പാർട്ട് നോക്കാം. Conversely assume S is an upper bound with the property that for epsilon greater than 0 there exists an element A in A such that S minus epsilon less than A. അപ്പോൾ നമ്മൾ ആദ്യം ഇത് അസ്യൂം ചെയ്ത് ഇത് പ്രൂവ് ചെയ്തു. ഇനി ഇത് അസ്യൂം ചെയ്യുക, സുപ്രീമം എ ഈക്വൽ ടു എസ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇത് അസ്യൂം ചെയ്തു. അപ്പോൾ അതാണ് സെക്കൻഡ് പാർട്ട്, എസ് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എ, വിച്ച് മീൻസ് ഇപ്പോൾ എസ് മൈനസ് എപ്സിലോണിനേക്കാളും വലിയ ഒരു നമ്പർ ക്യാപിറ്റൽ എയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എസ് മൈനസ് എപ്സിലോൺ ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഫോർ എ. അസ്യൂം ബി ഈസ് എനി നമ്പർ ലെസ് ദാൻ എസ്. അപ്പോൾ എസിനേക്കാൾ ചെറിയ ഒരു നമ്പർ ബി എടുത്തു കഴിഞ്ഞാൽ എപ്സിലോൺ എന്നുള്ളത് എസ് മൈനസ് ബി എന്ന് എടുക്കാം. അത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. കാരണം എസിനേക്കാൾ ചെറിയ നമ്പറാണ് എസിൽ നിന്ന് കുറച്ചിട്ടുള്ളത്. അപ്പോൾ എസ് മൈനസ് ബി ഓൾവൈസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള കണ്ടീഷൻ അനുസരിച്ച് ഏതൊരു പോസിറ്റീവ് നമ്പർ എടുത്താലും, അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത പോസിറ്റീവ് നമ്പർ എസ് മൈനസ് ബി എന്നാണ്. അപ്പോൾ അത് പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് തന്നെ എസ് മൈനസ് എപ്സിലോൺ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തതനുസരിച്ച് ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഫോർ ക്യാപിറ്റൽ എ. അപ്പോൾ എസ് മൈനസ് എപ്സിലോൺ നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഓഫ് ക്യാപിറ്റൽ എ മീൻസ് ഇവിടുന്ന് എസ് മൈനസ് എപ്സിലോൺ കണ്ടുപിടിച്ചാൽ ബി ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഫോർ ക്യാപിറ്റൽ എ. Therefore any number less than s cannot be an upper bound. നമ്മളിപ്പോൾ ബി എന്ന് പറയുന്ന ഒരു ആർബിട്രറി നമ്പർ വിച്ച് ഈസ് ലെസ് ദാൻ എസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് നമ്പർ എടുത്താലും ദാറ്റ് ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. Therefore s ഈസ് ദി ലീസ്റ്റ് അപ്പർ ബൗണ്ട്. ഇതാണ് പ്രൂഫ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ എഴുതി നല്ലതുപോലെ ലോജിക്ക് മനസ്സിലാക്കി പഠിക്കുക. ഓൺലൈൻ ക്ലാസ്സിൽ ഒന്നും കൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെടുക, അത് എടുത്തു തരാം. ഓൺലൈൻ ക്ലാസ്സിൽ ഒന്നുകൂടെ എടുത്തു തരാം. വീണ്ടും വീണ്ടും എഴുതി പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കിത് പരീക്ഷാ പേപ്പറിൽ എഴുതി പിടിപ്പിക്കാൻ കഴിയില്ല, പെട്ടെന്ന് മറന്നു പോകും. ഇടയിലിടയിൽ പഠിക്കുകയും വേണം. ഓക്കെ, താങ്ക് യു.